പ്രദേശവാസികൾ മറവന്തുരുത്തിലെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ ഓടിക്കയറുന്നത് അടിയന്തര ചികിത്സയ്ക്കാണ്. എന്നാൽ മാസങ്ങളായി ഇവിടെ മരുന്നുമില്ല, ജീവനക്കാർക്ക് ശമ്പളവുമില്ല. മറവന്തുരുത്ത് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായത് നാടിനെയും ശമ്പളം കിട്ടാത്തത് ജീവനക്കാരെയും വലയ്ക്കുകയാണ്. നാടിന് ഏക ആശ്രയ കേന്ദ്രമായ ഒരു ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ രൂക്ഷമായ പ്രതിസന്ധി. പഞ്ചായത്ത് ഫണ്ട് നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ജീവൻ രക്ഷാമരുന്നുകളും ആൻറ്റിബയോട്ടിക്കുകളും ഇവിടെ കിട്ടാതായതോടെ പുറത്തുനിന്ന് വാങ്ങേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ ഇവിടുത്തെ രോഗികൾ. പലപ്പോഴും വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇടയാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മരുന്നെത്തിച്ചാണ് താൽക്കാലികമായി പ്രതിസന്ധി പരിഹരിച്ചു പോരുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർക്കും ഒരു ഫാർമസിസ്റ്റിനും 2 പാലിയേറ്റീവ് നഴ്സർമാർക്കും പഞ്ചായത്താണ് ശമ്പളം കൊടുക്കേണ്ടത്. ഇതും 6 മാസമായി മുടങ്ങി. എന്നാൽ 25 ലക്ഷം രൂപയുടെ പദ്ധതി അംഗീകാരത്തിന് നൽകിയെങ്കിലും ആദ്യ ഗഡു പോലും കിട്ടിയില്ലെന്നാണ് പഞ്ചായത്തിൻ്റെ പരാതി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ 2 ലക്ഷം രൂപ സ്പിൽ ഓവറാക്കി നിലനിർത്തിയെങ്കിലും അതും കിട്ടിയില്ല. പഞ്ചായത്തിൻ്റെ വീഴ്ചയല്ലെന്നും പഞ്ചായത്ത് വിശദീകരിക്കുന്നു. പ്ലാൻ ഫണ്ട് കിട്ടാത്തതാണ് ശമ്പളം നൽകാൻ കഴിയാത്തതിന് കാരണമെന്നുമാണ് പഞ്ചായത്ത് പറയുന്നത്. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന് കത്ത് നൽകിയതായും പഞ്ചായത്ത് അറിയിച്ചു. എന്നാൽ സംസ്ഥാനത്ത് പകർച്ചവ്യാധികളടക്കം ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന സമയത്ത് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.